January 24 shift 1 question number 3 നമുക്ക് മൂവ് ചെയ്യാം. Question wide. An air bubble of radius 0.1 cm lies at a depth of 20 cm below the free surface of a liquid density 1000 kg per meter cube. If the pressure inside the bubble is 2100 Newton per meter square greater than the atmospheric pressure. So pressure inside the bubble എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സസ് പ്രഷർ പറഞ്ഞിരിക്കുന്നത്, അതായത് PI മൈനസ് പി അറ്റ്മോസ്ഫറിക്. പക്ഷേ ഇവിടെ പറയുന്നുണ്ട് സർഫസ് ടെൻഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ ചാപ്റ്റർ നമുക്ക് മനസ്സിലായി, ഫ്ലൂയിഡ്സിൽ നിന്ന് സർഫസ് ടെൻഷൻ്റെ ഏരിയയിലേക്കാണ് ചാപ്റ്റർ മൂവ് ചെയ്തിരിക്കുന്നത്, എക്സസ് പ്രഷറിൻ്റെ ടോപ്പിക്കിലേക്കാണ് മൂവ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. എയർ ബബിൾ ഓഫ് റേഡിയസ് 0.1 cm ലൈസ് അറ്റ് ഡെപ്ത് ഓഫ് 20 cm ബിലോ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ അകത്ത് ഇൻസൈഡ് ഉണ്ടാകുന്ന പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഉണ്ട്, അതേപോലെ HROGയും ഉണ്ട് അല്ലേ. HROG is equal to 2T divided by R ആണ്. സോ PI മൈനസ് PA എന്ന് പറഞ്ഞാൽ നമുക്ക് HROG പ്ലസ് 2T divided by R എന്ന് വരും. ഈ PI മൈനസ് Pയുടെ വാല്യൂ ഇൻസൈഡ് ഉണ്ടാവുന്ന പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ആ എക്സസ് പ്രഷർ ഈസ് ഗിവൺ ദാറ്റ് 2100 is equal to H is given that എത്രയാ 20 cm. 20 cm എന്ന് പറയുമ്പോൾ 0.2 into density is given that 1000 into G 10 എടുക്കാം. Then 2T divided by R is given that 0.1. 0.1 എന്ന് പറഞ്ഞാൽ 0.1 into 10 raised to minus 3, 10 raised to minus 3 എന്ന് വരും. സോ ഇവിടെ 10 into 0.2 ചെയ്താൽ നമുക്ക് 2 വരും. 2 into 2000. ഇപ്പോൾ 2T divided by 10 raised to minus 3 എന്ന് പറയുമ്പോൾ 2100 നിന്ന് 2000 കുറയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുക 100 ആയിരിക്കും. സോ 2T is equal to 100 into 10 raised to minus 3 വരും. ദാറ്റ് മീൻസ് 0.1 വരും. 0.1 divided by 2 വരും. ദാറ്റ് വിൽ ഗിവ് 0.05 എന്നുള്ള ആൻസറിലേക്ക് എത്തും. സോ സർഫസ് ടെൻഷൻ വിൽ ബി 0.05. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കാണാം. സോ താങ്ക് യു, ബൈ.